അഭിനയിക്കാൻ വരണ്ടായപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് സാറ് ദേഷ്യപ്പെടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ ദേഷ്യപ്പെടുന്ന പോയിന്റിലൊന്നും അല്ല സാറ് ദേഷ്യപ്പെടുന്നത്. അതും കഴിഞ്ഞ് കുറേ പോയിട്ടാണ് സാറ് ദേഷ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് റൈറ്റ്സ് ഉണ്ട്, അവിടെ ദേഷ്യപ്പെടണം, ദേഷ്യപ്പെട്ടേ പറ്റൂ. പക്ഷെ അത് അപ്പം തന്നെ കുട്ടികളെ അവരായിട്ട് വീണ്ടും കൂട്ടാവുന്നുള്ളൂ. ഒന്നും അങ്ങനെ സ്ഥായിയായിട്ട് കൊണ്ടു നടക്കുന്നത് എൻ്റെ അറിവിലില്ല. അങ്ങനെ അത് അങ്ങനെയൊക്കെയാണ്. ശരിക്കും അനീഷിനെ കാണുമ്പോൾ പ്രണവിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പ്രണവിനെ അവിടെ എവിടെയൊക്കെ വെച്ച് കാണുമല്ലോ, എങ്ങനെയായിരുന്നു അനീഷായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ? എന്തൊക്കെയാ സംസാരിക്കാൻ മനുഷ്യൻ? അല്ല, പ്രണവായിട്ട് എനിക്ക് ഭയങ്കര കൂടുതൽ ബന്ധമുള്ള ഒരാളൊന്നുമല്ല. ഞാൻ 1-2 തവണ കണ്ടിട്ടുണ്ട്. അതെ, 2 തവണയല്ല, അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. 1-2 തവണ സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമുള്ള ഒരാള്. അതായത് സാറിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയ വേർഷൻ. ഭയങ്കര ആളുകളെ ബഹുമാനിക്കാനും ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും ഭയങ്കര പക്വതയുള്ള ഒരാൾ. പക്ഷെ അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഒരു ഭക്ഷണം ഇപ്പം നമ്മൾ ലൊക്കേഷനിൽ വന്നാൽ പോലും ഭക്ഷണം കഴിക്കാൻ നമ്മളെല്ലാവരും മേശക്കരികിലിരിക്കും. ഭക്ഷണം നമുക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ആ ക്യൂവിൽ നിന്നിട്ട് ഭക്ഷണം മേടിച്ചിട്ട് വരുന്നതാണ്. അത് അയാൾ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നല്ല, അയാൾ അങ്ങനെയാണ്, അയാൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം രജനീഷ് ഭായി സംസാരിച്ചാലും ഭയങ്കര ബെൻഡായിട്ട് ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുക. അപ്പം ലാലേട്ടനോട് അന്വേഷണം പറയണേ, പറയാം. ആവശ്യം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരാൾ, ഭയങ്കര നോളേജ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ പല സമയത്ത് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് പല സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നതൊന്നും അല്ല പ്രണവ്, നമ്മൾ കാണുന്നതേ അല്ല. ഭയങ്കര നോളേജ് ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ കാണുന്നത് എന്താ, ട്രാവൽ ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ഞാനത് 1-2 കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ട, എനിക്കത് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം അതൊക്കെ എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഇയാൾ ഈ യാത്ര ചെയ്യുന്നതിനൊക്കെ അറിവ് നേടിയിട്ടുണ്ട്. അയാൾ വെറുതെ അങ്ങ് ഹിമാലയത്തിലേക്ക് ബാഗും തൂക്കി നടന്നു പോകുന്നതല്ല. അതിന് അദ്ദേഹത്തിന് ഓരോ ഉദ്ദേശങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. യാത്രകൾ മനസ്സിൻ്റെ സുഖം മാത്രമല്ല, അറിവ് കൂടെ നേടിയിട്ടുമുണ്ട്. അത് അയാളുടെ കയ്യിലിരിക്കുന്ന ചില ബുക്സുകളൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. അതൊക്കെ ഒരു സാധാരണക്കാരന് വായിച്ചാൽ ഒരിക്കലും കിട്ടുന്ന കാര്യങ്ങളല്ല അയാൾ വായിക്കുന്നത് പോലും. വളരെ കുറച്ച് സമയം സംസാരിച്ചിട്ടില്ല. ഞാൻ അയാളെ മാറി നിന്ന് കണ്ടിട്ടുണ്ട്, അയാളെ പെരുമാറ്റങ്ങളും. ഇവൻ പല സ്ഥലത്തും ഇടയ്ക്ക് ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അനീഷ് അങ്ങനെ ഒരു ലൊക്കേഷൻ കഥ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ, നമ്മളൊരു പാർക്കിങ്ങിന് ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ നവോദയ സ്റ്റുഡിയോയിലാണ് പടം ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ പാർക്കിംഗ് സ്പേസിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് അവിടേക്ക് ആൾക്കാരിങ്ങനെ കയറിയിട്ട് സെക്യൂരിറ്റി കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റിനെ മാറ്റി പുതിയൊരു പ്രായമുള്ളൊരു ചേട്ടനെ അവിടെ വെച്ചു. ആരെയും വിടരുത്, ചോദിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ടേ കയറ്റി വിടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സെക്യൂരിറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, ഒരു പയ്യൻ വന്നിട്ട് അയാൾ അച്ഛനവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും വിടില്ല കേട്ടോ, അത് ആരെ നോക്കിയിട്ടൊക്കെ വിട്ടാൽ മതി. അല്ല, പുള്ളി പോകുന്നില്ല. പുള്ളി ഇങ്ങനെ ചെറിയൊരു ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് വണ്ടിയിൽ. ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, അത് വിടണ്ട ചേട്ടാ. അല്ലെങ്കിൽ അപ്പം ഞാൻ നേരെ മുകളിലേക്ക്, അവിടെ വർക്ക് നടക്കുന്ന പ്രൊഡക്ഷനിൽ വിളിച്ച് ചോദിക്കുന്നു, എന്താ ചെയ്യണ്ടേ? എൻ്റെ പൊന്നനീഷ്, ഇന്നലെ ഒരാളോടെ കയറിയിട്ട് വലിയ പ്രശ്നമാണ്, പള്ളി പിടിക്കുന്ന ആരും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും വരാനുമില്ല, ഒന്നുമില്ല. വരാണ്ടെങ്കിൽ നമുക്കറിയാം, ആരെങ്കിലും ഗസ്റ്റിന് നമുക്ക് ഇപ്പം ആരും ഇവിടെ വരാനുമില്ല, ഒന്നുമില്ല, അത് വേണ്ടാന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ വിട്ടേക്കുന്നു. ഞാൻ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വന്നു, അതെ പുള്ളി ചിരിക്കുന്നു, പോണില്ല. അപ്പം ഞാൻ മെല്ലെ പോയി ഇങ്ങനെ നോക്കി. അപ്പോൾ ഊബർ ഡ്രൈവറാണ്. അപ്പോൾ അയാൾക്കും പോകണം, മനസ്സിലായില്ല, കുറച്ച് നേരമായി. അപ്പം അയാൾക്കും അറിയില്ല, അയാൾക്ക് ഈ ബാക്കിലിരിക്കുന്ന ആളാന്ന് അയാൾക്കും വ്യക്തമൊന്നുമല്ല. അപ്പോൾ അയാളിങ്ങനെ സമയം നോക്കൊണ്ട് അവിടെ ഇരിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഡോർ ചെയ്തിട്ട് പുള്ളി താത്തി അയ്യോ, അപ്പോൾ ഞാനേ അച്ഛൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. അപ്പം പുള്ളി കയറ്റി വിടണല്ലോ, ഒന്ന് പറയോ? ഞാൻ ചേട്ടാ സാർ അങ്ങനെ, അയ്യോ നിങ്ങൾ പറയാം, ഞാൻ നിങ്ങളോട്, പുള്ളി അങ്ങ് നിങ്ങൾ പറയണ്ടേ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, പുള്ളിയുടെ പണി പോകുമെന്നുള്ളത്. ഞാൻ ഇല്ല, ഒരു കുഴപ്പമില്ല സാറേ, ഞാൻ ഈ സാറിനോട് ചോദിച്ചാൽ അപ്പോൾ ഈ സാറ് പറഞ്ഞത് കയറ്റി വിടണം. ഇല്ല ചേട്ടാ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ, ചേട്ടാ ഞാൻ പൊക്കോളാം, ഇല്ല ഞാൻ വിടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ സ്ഥലത്തുണ്ട്. ഞാൻ അവിടെ പോയി അകത്ത് മേക്കപ്പ് നടക്കാം. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ പൂ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം വരാൻ എന്ന് പറഞ്ഞു. അവിടെ എനിക്ക് ഓർമ്മയില്ല, വരാൻ പറയുന്ന പറഞ്ഞപ്പോൾ മേക്കപ്പ് ഇല്ല, ഞാൻ കുറച്ച്
താമസിച്ച വേണ്ടിക്കാരൻ, കുഴപ്പമില്ല, മേക്കപ്പ് നടക്കട്ടെ, ഇയാൾ പുറത്തൊരു തിണ്ടുണ്ട്, അവിടെ ഇരുന്നു. അതെന്താണ്, പുള്ളി അകത്ത് കയറി, നമ്മളൊക്കെ പുറത്ത് നിൽക്കും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസിന് വേറെ ഇതിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, മലയാളീസിന് വേറെ, ഫോറിനേഴ്സിന് വേറെ, അങ്ങനെ ഓരോ ഇതിലാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മളൊക്കെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിച്ചൊന്നുമില്ലേ, അവർ നോക്കാൻ ആളുണ്ടെന്നാലും നമ്മൾ വെറുതെയെങ്കിലും നമ്മളൊന്നും നോക്കുമല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡ് ചെയ്ത ടേബിളൊക്കെ ഉണ്ട്, ആ ക്യൂവിൽ അങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ പ്രൊഡക്ഷൻ ആളെ വിളിച്ച് ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് സാറിൻ്റെ. അപ്പോൾ പുള്ളി എടുത്താണ്, നമ്മൾ പറഞ്ഞതാണ് എടുത്തു തരണ്ട, പുള്ളി എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കാണുന്ന വിഷ്വൽ ഒരു ക്യൂവിൻ്റെ ഉള്ളിൽ പുള്ളി നിന്ന് അവരോട് ഹിന്ദിയിലൊക്കെ സംസാരിച്ച് ആ ഏരിയ പോലും പുള്ളി എൻജോയ് ചെയ്തിട്ടാ അതങ്ങനെ മൂവ് ചെയ്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പുള്ളിക്ക് വേണ്ടി ഫുഡൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാൾ. അത് ഞാൻ കണ്ടതാണ്, ഇതെല്ലാം ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ സാറിൻ്റെ കൂടെയുള്ള പലതും ഇതുപോലത്തെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പുള്ളിയെ നമുക്ക് അറിയാൻ പറ്റില്ല. അത് പുള്ളിയുടെ ഒരു യാത്രാ രീതികളും സ്വഭാവ രീതികളൊക്കെ വേറെ തന്നെയാണ്. അദ്ദേഹം ഒരു, ഞാൻ മോഹൻലാലിൻ്റെ മകൻ എന്ന ഇതിൽ നടക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരു സാധാരണ മനുഷ്യന് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. നല്ല അറിവുണ്ട്, വായനാശീലമാണെങ്കിലും എല്ലാത്തിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇരുന്ന് സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ടോ അല്ല. അറിവ് അദ്ദേഹത്തിന് ആവശ്യമാണ്. അറിവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം യാത്ര എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇങ്ങനെ പല ഭാഗത്തും പോകുന്നത് ഞാൻ കാണാറുണ്ട്. അനീഷിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണ്. മകളപ്പോ അനീഷിന്റെ കൂടെയാണ്? അല്ല, അവരുടെ കൂടെയാണ്. അഞ്ജലി എന്നാണ് അവരുടെ പേര്. അവരുടെ കൂടെയാണ്. അവര് റീമാരേജ് ചെയ്തു. അവര് നന്നായിട്ട് പോകുന്നുണ്ട്. അവര് നന്നായിട്ട് പോയാലല്ലേ മകളും നന്നായിട്ടിരിക്കാൻ പറ്റില്ല. അവർ നല്ല രീതിയിൽ അങ്ങനെ പോകുന്നു. ഞാനും നല്ല രീതിയിൽ ഒറ്റയ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. നമ്മൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് മുന്നിലേക്ക് പോകുന്നവരും ബുദ്ധിമുട്ടാവുമെന്ന് ഉള്ളത്. അപ്പം അതിൻ്റെ പുറകിൽ വീണ്ടും ഒരു അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ ശരിക്കും മകളെ കണ്ടിട്ട് തന്നെ കുറേ ആയി. എനിക്കൊന്ന് 2.5 വർഷമൊക്കെ ആയി കാണും മകളെ ഞാൻ നേരിട്ട് കണ്ടിട്ട്. അപ്പം മകളെ ആളിപ്പോൾ 8th എനിക്ക് അത്ര പോലും എനിക്ക് ക്ലാരിറ്റി ഇല്ല. 7th ആണോ 7th 8th എനിക്ക് ഓർമ്മയില്ല. എനിക്കത് അന്വേഷിക്കാനുള്ളൊരു സ്ഥലവും എൻ്റെ കയ്യിലില്ല. പിന്നെ അവർക്ക് എന്തോ എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലായിരിക്കാം. പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതൽ അങ്ങ് പോകുമ്പം അത് പിന്നെ അവരുടെ കുടുംബത്തിലും അതൊരു വലിയ വിഷയമാവും. അവർ നന്നായിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. മോള് കുറേ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു ദിവസം മാത്രമാണ് ഞാൻ വിളിക്കുന്നത്. ഏപ്രിൽ 10-നാണ് മോള് ബർത്ത്ഡേക്ക് ഞാൻ വിളിക്കും. ചില ബർത്ത്ഡേക്ക് എടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, വരാൻ പറയാറുണ്ട്, വരാറില്ല. എനിക്ക് അതിലങ്ങനെ പരിഭവമൊന്നുമില്ല. നമ്മുടെ മകളാണ്, അവളവിടെ സേഫാണ് എന്ന് അതറിഞ്ഞാൽ മതിയില്ല. അവർ അമ്മേൻ്റെ കൂടെയല്ലേ അവർ നിൽക്കുന്നത്, മറ്റൊരാളുടെ കൂടെ അങ്ങനെയൊന്നും അല്ലല്ലോ. അവർ അമ്മയുടെ കൂടെ നിൽക്കുന്നത്, അവർ സേഫാണ്, നന്നായിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഞാൻ മകളെ കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ മകളെ കാണാൻ ശ്രമിക്കുമ്പോഴോ ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആവും. അവർ പോകുന്ന താളത്തിന് അത് പിഴയ്ക്കാൻ തുടങ്ങും. അതിനേക്കാളും നമ്മളിങ്ങനെ നോക്കിക്കണ്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ എനിക്ക് തോന്നാറില്ല, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുമില്ല. നമ്മളൊക്കെ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഒരു വിധത്തിൽ നോക്കുമ്പോൾ അല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലോൺലിനെസ് ഒന്നും ഫീൽ ചെയ്യില്ല? ഇല്ല. എനിക്ക് അങ്ങനെ വലിയ സുഹൃത്ത് ബന്ധങ്ങളുള്ള ആളുമല്ല. എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ താമസിക്കുന്നതാണ് എൻ്റെ ലോകം. സൈജേട്ടൻ എൻ്റെ സുഹൃത്താണ്, ഇടയ്ക്ക് വന്ന് പോകും എന്നല്ലാതെ എന്നെ അങ്ങനെ പുറത്തങ്ങനെ കാണാൻ കിട്ടുന്ന മെറ്റീരിയലോ ഒന്നുമല്ല. ഇന്ന റെസ്റ്റോറൻറ്റ് ലുലു മാൾ അവിടെ അപൂർവമായിട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ എഴുതാനിരിക്കും, സിനിമകൾ കാണും, കീബോർഡ് വായിക്കും, അങ്ങനെയൊക്കെ, അത്രയൊക്കെ ഉള്ളൂ. അതാണ്. വേറെ ഒന്നും അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാവുന്നതൊന്നും ഞാൻ അടുപ്പിക്കാറില്ല. എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നിനും ഞാൻ ചേർത്ത് വെക്കാറുണ്ട്. അത്രേ.